പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ഡീൻ ആംബ്രോസിൻ്റെ WWE തിരിച്ചുവരവ് ഇനി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമ്മൾ ഒരിക്കലും റിട്ടേൺ ചെയ്യില്ല എന്ന് കരുതിയിരുന്ന പല താരങ്ങളും കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ WWE തിരികെ വന്നത് ഡീൻ ആംബ്രോസിൻ്റെ തിരിച്ചുവരവിലേക്ക് നയിച്ചേക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാ ആരാധകരും ഉള്ളത്. അതുകൊണ്ട് തന്നെ AEWയുമായി നിലവിൽ ജോൺ മോക്സ്ലി അഥവാ ഡീൻ ആംബ്രോസ് സൈൻ ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഡീറ്റെയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 2022 എന്ന് പറയുന്ന വർഷത്തിലെ ഒക്ടോബർ മാസത്തിലാണ് AEWയുമായിട്ടുള്ള കോൺട്രാക്റ്റ് ജോൺ മോക്സ്ലി പുതുക്കുന്നത്. അപ്പോൾ ജോൺ മോക്സ്ലി അന്ന് സൈൻ ചെയ്ത കോൺട്രാക്റ്റ് പ്രകാരം 5 വർഷത്തേക്കാണ് അദ്ദേഹം ആ ഒരു വലിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തത്. 2027 ഒക്ടോബർ വരെ കോൺട്രാക്റ്റ് പ്രകാരം ജോൺ മോക്സ്ലി AEWയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഇതാ 2025 സെപ്റ്റംബർ മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും 2 വർഷം ബാക്കിയുണ്ട് എന്നർത്ഥം. കൂടാതെ ആ കോൺട്രാക്റ്റ് അനുസരിച്ചാണെങ്കിൽ ഇനി വല്ല പരിക്ക് പറ്റുകയാണെങ്കിൽ ആ ഒരു സമയം കൂടി ജോൺ മോക്സ്ലിക്ക് AEWയിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. കൂടാതെ ആ ഒരു കോൺട്രാക്റ്റ് അനുസരിച്ച് AEWയിലേക്ക് പുതുതായി വരുന്ന റെസ്ലേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ ബാക്ക് സ്റ്റേജിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ എന്നുള്ളൊരു റോൾ കൂടി ജോൺ മോക്സ്ലിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ വലിയൊരു സ്വാതന്ത്ര്യം ഈ ഒരു കമ്പനി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡീൻ ആംബ്രോസ് അഥവാ ജോൺ മോക്സ്ലി AEW വിട്ട് WWEയിലേക്ക് തിരികെ വരാനുള്ള ഒരു സൂചനയും നിലവിൽ അങ്ങനെ നമുക്ക് ലഭിക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ് ജോൺ മോക്സ്ലിക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ AEW വിട്ട് ജോൺ മോക്സ്ലി പുറത്തേക്ക് വരുമോ എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. പക്ഷേ നല്ലൊരു കോൺട്രാക്റ്റ് ട്രിപ്പിൾ എച്ച് മുന്നോട്ട് വെച്ചാൽ ഡീൻ ആംബ്രോസ് അത് തള്ളിക്കളയില്ല. വിൻസ് മിക്മാനുമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ഡീൻ ആംബ്രോസിൻ്റെ WWEയിൽ നിന്ന് പോകാനുള്ള ഒരു കാരണം. വിൻസ് നിലവിൽ ഇല്ലാത്തത് കൊണ്ട് ഇനിയൊരു തിരിച്ചുവരവിന് ഡീൻ ആംബ്രോസ് തയ്യാറായാൽ നമുക്ക് 2027 ഒക്ടോബർ മാസത്തിന് ശേഷം ചിലപ്പോൾ അത് കാണാൻ സാധിച്ചേക്കാം. ഡീൻ ആംബ്രോസിൻ്റെ തിരിച്ചുവരവിന് നിങ്ങളിൽ എത്ര കൂട്ടുകാരെ കാത്തിരിക്കുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ബ്രയാൻ ഡാനിയൽസൺ എന്ന് പറയുന്ന മുൻ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനെ സംബന്ധിച്ചാണ്. ടോണി ഗൻ ഇന്നലെ ഒരു അപ്ഡേറ്റ്, ഒരു ബിഗ് ന്യൂസ് ബ്രയാൻ ഡാനിയൽസനെ സംബന്ധിച്ച് പുറത്തേക്ക് വിടുകയുണ്ടായി. ഈ വ്യാഴാഴ്ച മുതൽ നടക്കാൻ പോകുന്ന AEWൻ്റെ ഡൈനാമൈറ്റ് എന്ന് പറയുന്ന വീക്ക്ലി എപ്പിസോഡിലൂടെ ബ്രയാൻ ഡാനിയൽസൺ ഇനി അങ്ങോട്ട് ഡൈനാമൈറ്റിലെ ഒരു ഫുൾ ടൈം കമൻറ്റേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പോകുകയാണ് എന്നാണ് ടോണി ഗൻ കൺഫേം ചെയ്തിട്ടുള്ളത്. ബ്രയാൻ ഡാനിയൽസിൻ്റെ റിങ്ങിലെ കരിയർ ഓൾമോസ്റ്റ് അവസാനിച്ച ഒരു അപ്ഡേറ്റാണ് നമുക്ക് ഏറ്റവും അവസാനമായി അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇനി ഒരു കമൻറ്റേറ്ററായിട്ട് അദ്ദേഹത്തിൻ്റെ റെസ്ലിംഗ് ഇൻഡസ്ട്രിയിലെ തന്നെ റോൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ബ്രയാൻ ഡാനിയൽസൺ ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഓൾറെഡി ബാക്ക് സ്റ്റേജിൽ ക്രിയേറ്റീവ് ടീമിലൊക്കെ അംഗമായിട്ടുള്ള ഒരു റെസ്ലർ കൂടിയാണ്. ഇപ്പോൾ ഇതാ കമൻറ്റേറ്ററായിട്ട് ഓൺ സ്ക്രീനിൽ എപ്പോഴും ലൈവായി നിൽക്കാനാണ് ബ്രയാൻ ഡാനിയൽസൺ അദ്ദേഹത്തിൻ്റെ തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് ബ്രയാൻ ഡാനിയൽസനെ നമുക്ക് കമൻറ്റേറ്ററായിട്ട് കാണാൻ സാധിച്ചേക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് WWEയുടെ സ്മാക്ഡൗൺ ബ്രാൻഡിലെ കമൻറ്റേറ്ററായ വെയ്ഡ് ബാർട്ട് എന്ന് പറയുന്ന മുൻ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനെ സംബന്ധിച്ചാണ്. വെയ്ഡ് ബാർട്ടിനെ ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വെയ്ഡ് ബാർട്ട് പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ്, അദ്ദേഹം കുറച്ചധികം ആഴ്ചകൾ കമ്പനിയിൽ നിന്ന് മാറി നിൽക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇത്ര വലിയ പ്രത്യേകത എന്താണ്, ഇത്രയും ചർച്ചയാകാനുള്ള കാരണം എന്താണ് എന്നുള്ളത് പലർക്കും സംശയമായിട്ടുണ്ടാകും. 2-3 ദിവസമായി കൃത്യമായി റെസ്ലിംഗ് ന്യൂസ് ഫോളോ ചെയ്യുന്നവർക്ക് ഇപ്പോൾ തന്നെ കാര്യം പിടികിട്ടിയിട്ടുണ്ടാകും. വെയ്ഡ് ബാർട്ടും WWE ഹോൾ ഓഫ് ഫെയിമറും റോ ബ്രാൻഡിലെ ആക്റ്റീവ് റെസ്ലറുമായ നിക്കി ബെല്ലയുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അനുബന്ധിച്ച് പുറത്തേക്ക് വന്ന വാർത്തകളോട് നിക്കി ബെല്ലയും വെയ്ഡ് ബാർട്ടും പ്രതികരിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ പ്രശ്നം തുടങ്ങുന്നത് ഒരു ഷോയുടെ കമൻറ്റേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വെയ്ഡ് ബാർട്ട് നിക്കി ബെല്ലയെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം അത് നിക്കി ബെല്ലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. തുടർന്ന് ബാക്ക് സ്റ്റേജിൽ ഇരുവരും ഫേസ് ടു ഫേസ് വരുന്ന ഒരു സമയത്ത് പരസ്പരം മിണ്ടാതെ പോയി. അത് നിക്കി ബെല്ല പോഡ്കാസ്റ്റിൽ പറഞ്ഞു. അത് വലിയ ചർച്ചയായി. വെയ്ഡ് ബാർട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ അതിന് പ്രതികരണം കൊടുത്തു. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഇനി നിക്കി ബെല്ലയ്ക്ക് അതൊരു പ്രശ്നമായി തോന്നി എന്നുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു എന്നുള്ളത്. അപ്പോൾ നിക്കി ബെല്ല അതിനുശേഷം വന്നിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളതും പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ വെയ്ഡ് ബാർട്ട് നിക്കി ബെല്ല തുടങ്ങിയവരുടെ പ്രശ്നം അവിടെ അവസാനിച്ചു. പക്ഷേ അതിനുശേഷം വെയ്ഡ് ബാർട്ട് പങ്കുവെച്ചത് അദ്ദേഹം കമ്പനിയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതിനുശേഷം റെസ്ലിംഗ് ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തത്, ഒരു റൂമർ പുറത്തേക്ക് വന്നത്, വെയ്ഡ് ബാർട്ട് നിക്കി ബെല്ല തുടങ്ങിയവരുടെ ഇഷ്യൂ കാരണം വെയ്ഡ് ബാർട്ടിനെ മാറ്റി നിർത്താൻ കമ്പനി തീരുമാനിച്ചു. ചിലപ്പോൾ കോൺട്രാക്റ്റിൽ നിന്ന് തന്നെ റിലീസ് ചെയ്തേക്കാം സാധ്യത ഉണ്ടെന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് വെയ്ഡ് ബാർട്ട് നിലവിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ചധികം
കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപേ കമ്പനിയിൽ നിന്ന് കുറച്ചധികം നാളുകൾ മാറി നിൽക്കാൻ വേണ്ടി ഒരു വെക്കേഷൻ വേണം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോഴാണ് തനിക്ക് കിട്ടിയത്. അതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും എനിക്കും കമ്പനിക്കും ഇടയിലില്ല എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ കൂടി കൊടുത്തുകൊണ്ട് വെയ്ഡ് ബാർട്ട് സ്മാക്ഡൗണിൻ്റെ കമൻറ്റേറ്റർ റോളിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന എല്ലാ എപ്പിസോഡ്സിലും മൈക്കിൾ കോളും കോറി ഗ്രേവ്സ് ആയിരിക്കും റോയുടെ കമൻറ്റേറ്ററായിട്ടും സ്മാക്ഡൗണിൻ്റെ കമൻറ്റേറ്ററായിട്ടും വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വെയ്ഡ് ബാർട്ടിനെ നിലവിൽ കോൺട്രാക്റ്റിൽ നിന്ന് റിലീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇനി കുറച്ചധികം ആഴ്ചകൾ വെയ്ഡ് ബാർട്ട് സ്മാക്ഡൗണിൻ്റെ കമൻറ്റേഴ്സ് ടേബിളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൻ റീൻസ് തിരികെ വന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എത്തരത്തിലുള്ള സ്റ്റോറി ലൈനുകളൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റോമൻ റീൻസിനെ അടുത്തതായിട്ട് അഡ്വർടൈസ് ചെയ്തിട്ടുള്ളത് സർവൈവർ സീരീസ് വാർ ഗെയിംസ് 2025 നവംബർ മാസത്തിലാണ് ആ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റ് നടക്കുന്നത്. അതിന് മുൻപുള്ള വീക്ക്ലി എപ്പിസോഡ്സിൽ റോമൻ റീൻസിൻ്റെ തിരിച്ചുവരവും ഈ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ബിൽഡപ്പ് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. മിക്കവാറും റോമൻ റീൻസിൻ്റെ ഭാഗത്ത് നിന്ന് വാർ ഗെയിംസ് മത്സരം തന്നെയായിരിക്കും ഈ പ്രാവശ്യവും കാണാൻ സാധിക്കുക. ദ വിഷൻ എന്ന് പറയുന്ന സെത്തിൻ്റെ ഫാക്ഷനെതിരെ തന്നെയായിരിക്കും റോമൻ റീൻസ് മത്സരിക്കാൻ വരുന്നത്. അപ്പോൾ സെത്തിനെതിരെയുള്ള സ്റ്റോറി റോമൻ റീൻസ് എന്തായാലും മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അത് അവസാനിക്കുന്നത് സെത്തിനെതിരെയുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തോട് കൂടിയിട്ടായിരിക്കും. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 10% സാധ്യത മാത്രമേ ഉള്ളൂ റോമൻ റീൻസ് വീണ്ടും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ആ മത്സരം നടക്കാൻ സാധ്യത കൂടുതലുള്ളത് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലാണ്. സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റ് അടുത്ത വർഷം നടക്കാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ റോമൻ റീൻസിനെ കൊണ്ടുവരാൻ വേണ്ടി പഠിച്ച പണി 18 ട്രിപ്പിൾ എച്ച് പയറ്റും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെ റോമൻ വേഴ്സസ് സെത്ത് തമ്മിലുള്ള ഒരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം നടക്കുകയാണെങ്കിൽ അതിൽ ആര് വിജയിക്കുമെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ആരാധകർക്കിടയിൽ വരും. കാരണം അത്രയും ബിൽഡപ്പ് കൊടുത്ത ഒരു മത്സരം വരുമ്പോൾ മത്സരം കണ്ട് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ള രീതിയിൽ ട്രിപ്പിൾ എച്ച് നല്ലൊരു ഹൈപ്പ് കൊടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അവസാനം സെത്ത് റിട്ടേൺ ചെയ്യുന്നതിന് പകരം റോമൻ റീൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിജയിച്ച് പിന്നെയും ചാമ്പ്യൻ ആയാൽ അത് കിടിലമായിട്ടുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് സമ്മാനിക്കും. പിന്നീട് റസൽമേനിയയിൽ റോമൻ റീൻസ് പരാജയപ്പെട്ടാലും നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ഇതുവരെ റോമൻ റീൻസിൻ്റെ കരിയറിൽ അദ്ദേഹം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടില്ല. അപ്പോൾ റോമൻ റീൻസ് ഫുൾ ടൈം ആയിട്ട് ഹോളിവുഡിലേക്ക് പോകുന്നതിന് മുൻപ് ആ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പും കൂടി റോമൻ റീൻസിന് കൊടുത്താൽ കിടിലമായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കും റോമൻ റീൻസിൻ്റെ കരിയറിൽ എന്ന് പറയുന്നത്. അപ്പോൾ റോമൻ റീൻസ് വീണ്ടും ചാമ്പ്യൻ ആകാൻ 10% ചാൻസേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നമുക്കത് തള്ളിക്കളയാനും സാധിക്കില്ല. എന്തായാലും നിലവിൽ സെത്തും പങ്ക് തമ്മിലുള്ള സ്റ്റോറിയാണ് പോകുന്നത്. അതിൽ സെത്തിന് തന്നെയാണ് വിജയ സാധ്യത എന്ന് പറയേണ്ടി വരും. അതിനുശേഷം സെത്തും റോമനും തമ്മിലുള്ള ഒരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെയാണ് റൂമേഴ്സ് പ്രകാരം നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന വാർത്തകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.